ഇവിടെ സിംഗോട്ടൻസ് ഉണ്ട്. സിംഗോട്ടൻസിൽ നിന്ന് ചായ കിട്ടും. ഇപ്പൊ കാർ കളക്ഷനിലെ ഒരു വണ്ടി നമ്മള് തുടരും. എന്തൊക്കെയുണ്ട്? അപ്പോ പുതിയ വീഡിയോയിൽ വലിയ പരിപാടിയൊന്നുമില്ല. നമ്മള് ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങി പിള്ളേരൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ്. നമ്മൾ കുറച്ച് കാറൊക്കെ കാണിച്ച് ഫ്ലെക്സ് ചെയ്യാനുള്ളൊരു സ്കീമിലാണ്. ഞാൻ കാറൊക്കെ കാണിച്ചു തരാം നൈസായിട്ട്. ഇതാണ് നമ്മളെ കാർ കളക്ഷനിലെ ഒരു വണ്ടി. ഇത് BMW 345 മനുവല്ല, മാനുവൽ വണ്ടിയല്ല, പക്ഷേ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതാണ് മുതലാളി. കാശൊക്കെ ഉണ്ട് കയ്യിൽ. ഗ്യാസൊക്കെ അടിക്കുന്നുണ്ടോ? $10-20 ഗ്യാസ് അടിച്ച് സെറ്റ് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്. അതൊക്കെ അത്രേ ഉള്ളു. ചോദിച്ചാൽ നമുക്ക് പിള്ളേർ കാശ് തരും. ഒരുത്തനോടെ സങ്കടപ്പെട്ടിരിക്കണം. എന്താ പരിപാടി ക്രിസ്ത്യനെ? ക്രിസ്ത്യൻ ഡിപ്രഷനിലാണ്. 2-3 ദിവസമായി മനുഷ്യന്മാരെ കണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ ചെറിയ ഡിപ്രഷനിലേക്കാണ്. നിന്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മറ്റേ ഇൻസ്റ്റാഗ്രാം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തതുമില്ല, ആരും ചോദിച്ചതുമില്ല. ഇനി നിന്റെ എന്തിനാ ഞാൻ കൊടുക്കേണ്ടത്? ഇവിടുത്തെ കാനഡയിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിംഗോട്ടൻസ് ഉണ്ട്. സിംഗോട്ടൻസിൽ നിന്ന് ചായ കിട്ടും. ചായ മേടിക്കും. എന്റെ കാശില്ല. ചായ അത് സംഭവമല്ല. എന്റെ കാർഡിലോ എന്റെ വാലറ്റ് കളഞ്ഞു പോയി. ചായക്ക് $2 എന്റെ $8 ഉണ്ടോ? എന്റെ വാലറ്റ് കളഞ്ഞു പോയി. ലോസ്റ്റ് ആയാലും കാർഡിൽ നോക്കിയിട്ടേക്കുന്നതാണ് ചായ പിടിക്കാൻ വെച്ചില്ല. പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചാനൽ അബൌട്ട് 400 സബ്സ്ക്രൈബേഴ്സ് ആയി. 400 പേരെന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഓഡിറ്റോറിയം നിറയ്ക്കാൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൗണ്ട് നിറയ്ക്കാനുള്ള ചെറിയൊരു കല്യാണ പരിപാടിക്കുള്ള ആൾക്കാർ അത്രയും കാണുന്നതെന്നാണ് അതിന്റെ അർത്ഥം. That means a lot for us. Thank you guys. എന്നാലും നമ്മള് തുടരും. പ്രീറോൾ തുടരും. സ്റ്റാൻഡേർഡ് നമ്മളെ സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വേറെ ആൾക്ക് നമ്മൾ കൊടുക്കരുത്. എന്ത് പറഞ്ഞാലും നമ്മൾ ഇനിയും വീഡിയോ എടുക്കും. നമുക്കൊരു മൈരുമില്ല. വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ വീഡിയോ നമ്മള് എല്ലാരും കൂടെ ചെയ്യുന്ന വീഡിയോ, പക്ഷെ നമ്മള് വീഡിയോ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാള് പിന്നെ മിണ്ടില്ല. ബാക്കി അത് പറയിച്ചേക്കും, പിന്നെ മിണ്ടത്തില്ല. ഞാനാണെങ്കിൽ പോലും സംസാരിക്കാനൊന്നും വലിയ ഇതൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പക്ഷെ ഇപ്പൊ വലിയ മൈരൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. ഇതൊക്കെ തന്നെ. ഞാൻ ഇൻവെർട്ടർ ആയിരുന്നു. ഇപ്പൊ ഞാൻ എക്സ്ട്രോട്ടറായി. നിങ്ങൾക്ക് ആ തമാശ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒരു കമന്റ് ഇടും.